1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വഫാത്തിന്റെ സമയം അടുത്തപ്പോൾ അവിടുത്തെ പൊന്നുമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ എനിക്ക് ആരാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പൊന്നുമകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ഫാത്തിമ, നിന്റെ വാപ്പയാണെങ്കിൽ ഈ ലോകത്തിന്റെ നേതാവാണ്, മാത്രമല്ല നിന്റെ മക്കളാണെങ്കിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അവര് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ്, മാത്രമല്ല നിന്റെ ഭർത്താവ് അലി അതേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമയാണ് എന്നിട്ട് പറയുകയാണ്, ഓ മോളെ, നിന്റെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, അതേ നിന്റെ മക്കൾ, അതായത് ഹബീബായ തങ്ങളുടെ പേരക്കുട്ടി, ഈ സന്താന പരമ്പരയിൽ ഒരു സയ്യദ് ജനിക്കാനുണ്ട്. ആ സയ്യദ് അവസാന കാലഘട്ടത്തിൽ വരും. അവസാന കാലഘട്ടമായാൽ ഈ ദീനിനെ അതേ പൊളിക്കുന്ന ഒരു രംഗം ഒരുപാട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അതേ അനാചാരം നടക്കുമെന്ന്, അപ്പോൾ മഹദി ഇമാമിന്റെ വരവായിരിക്കും, എന്നിട്ട് ലോകമാകെ ശാന്തി അവിടെ പടരും എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് നടക്കുന്ന അനാചാരം അത് മഹദി ഇമാം വരാനുള്ള സൂചനയാണ് എന്ന്. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ.